ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സീരീസ് ആണ്. അപ്പോൾ ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ സെർവറാണ് കേസ്, ബെഡ്റോക്കിൻ്റെ ജാവ സെർവറാണ്. ബട്ട് ടൈപ്പ് ചെയ്യുമ്പോഴൊന്നും ആർക്കും കൊടുക്കണമൊന്നുമില്ല. അപ്പോൾ ഈ സെർവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഡൂഡെക്സ്റ്റി ആണ്. അവനിപ്പോൾ ഓൺലൈൻ ഉണ്ട്. അപ്പോൾ അവനാണ് ഇത് സെർവർ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഞങ്ങൾ 4 പേർ കളിക്കാനാണ് ഈ സെർവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനും പിന്നെ ഓഗി, ഡൂഡ്, പിന്നെ ഗോ ഗെയിമിങ്, ഇത്രയും പേരാണ്. ഞങ്ങൾക്ക് ഈ ഓഗിയും ഡൂഡും ജാവയാണ് ഞാനും ഗോഡും ബെഡ്റോക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയാണ് ഞാൻ സെർവർ ഉണ്ടാക്കിയത്. നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഡൂഡെക്സ്റ്റി ഇവിടെ വീടുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പണി നടക്കണുള്ളൂ. പിന്നെ ഇങ്ങാടൊക്കെ ആണെങ്കിൽ സ്റ്റോറേജൊക്കെ മുമ്പേ ഉണ്ടാക്കിയവന്മാരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇന്നലത്തെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് സ്റ്റോറേജ്. ഇവിടെ ബെഡുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അയൺ ആർമർ ആവണമാണ്. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് പോകണം. മൈനിങ്ങിനോട്ട് വിളിക്കാം ഗൈസ്. പിന്നെ കാണിക്കാൻ വിട്ടുപോയി, ഇവിടെ വില്ലേജ് ഉണ്ട്. വില്ലേജിൻ്റെ അവിടെയാണ് ഞങ്ങൾ ബ്രീഡർ ഉണ്ടാക്കി വെച്ചേക്കണത്. ബ്രീഡർ ഫാംസിൻ്റെ ഒക്കെ പരിപാടി ഷിപ്സു ഷിപ്സു എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഡൂഡെക്സ്റ്റി ആണ് ഫാംസിൻ്റെ ഒക്കെ പരിപാടി. ഞാൻ മൈനിങ് ഒക്കെ അങ്ങനെയൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. പിന്നെ ഓഗി ബിൽഡിങ്സ് ഒക്കെ സെറ്റാക്കി കൊടുക്കും. അങ്ങനത്തെ ഇതാണ് ഗേസ് ബ്രീഡർ. ഇവിടെ ഇതാണ് ബ്രീഡർ. ഇതിൻ്റെ കളക്ഷൻ ഇവിടെ ഇപ്പോൾ ഒരു വില്ലേജ് അത്ര കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ AFK നിൽക്കാനുള്ളത് ഇപ്പോൾ അവിടെ ഫുള്ള് പരിപാടിയാണ്. പിന്നെ ഒരു സാധനം കാണിക്കാൻ വിട്ടു. ഇപ്പോൾ നമ്മൾ അത് നിങ്ങൾ കുറേ ഇത് കണ്ടിരുന്ന ഒരു മോഡാണത്. ഇപ്പോൾ ഈ ഒരു മരത്തിൻ്റെ അടി വെട്ടുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വീഴും. അത് ഒരു യൂസ്ഫുൾ മോഡാണ്. ഇപ്പോൾ അയൺ ആർമറൊക്കെ ആയിട്ട് വിളിക്കാം. കുറച്ച് കോള് കിട്ടിയ കോള് മൊത്തം നമ്മൾ പറഞ്ഞു. കോളാണ് മെയിൻ ആവശ്യം. അപ്പോൾ അയൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കിറ്റാവാനാണ്. ഞങ്ങൾ എന്തായാലും ബ്രീഡറിലൊന്നും AFK നിൽക്കാൻ അത്ര പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കിറ്റാവണം. എന്തായാലും അയൺ ഫാം ഉണ്ടാക്കും ഗൈസ്, അതുണ്ടാക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് കിറ്റാവാൻ വേണ്ടിയാണ്. ഇപ്പോൾ അയൺ ആവുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അയൺ കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബൈ. ഒരു കേവ് എത്തിയിട്ടുണ്ട്. ഇവിടെ മോബ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കേവിൽ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നോക്കാം. ഈ കേവ് വരുമ്പോൾ ഞാൻ ചെയ്യണ കാര്യമാണ് ഫുഡുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് ചെയ്യണം. ഇതിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് മനസ്സിലാവും. അല്ലെങ്കിൽ ഞാൻ ഏതോ വഴിയിൽ കൂടിയൊക്കെ പോകും ഗേസ്. ഈ കേവ് മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് അയൺ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് അയൺ നമുക്ക് കിട്ടിയേക്കണം. അപ്പോൾ നമുക്ക് മൈനാക്കാം. ഒരു കേവാണ് ഗേസ്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവിടെ സ്കെൽട്ടനൊക്കെ കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയിരുന്നു. 3 അയൺ തന്നെ ഉള്ളൂ. ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നാടാന്നേ. കുഴപ്പമില്ല. നമുക്ക് മേളിൽ കുറച്ച് അയൺ കണ്ടായിരുന്നു. നാടും കൂടി നേരെ വെക്കാം. അപ്പോൾ ഗേസ് അയണും കൂടി എടുത്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഗേസ് അവിടെ ഒരു മൈൻ ഷാഫ്റ്റ് ഉണ്ട്. ഞാൻ അങ്ങാടിപ്പോൾ പോകുന്നില്ല. ഒന്നാമത്തെ ആർമറൊന്നുമില്ല. ആകെ ഒരു ഷീൽഡും പിന്നെ ഒരു സ്റ്റോണിൻ്റെ സോഡും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തീർന്ന കാര്യം. അപ്പോൾ ഇങ്ങാട് പോകുമ്പോഴാണ് കുറേ അയൺ കണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇതുവഴി അങ്ങാട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത് കണ്ടോ ഗേസ്. അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. അത് എടുക്കാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അത് എടുക്കണവരെ അപ്ഡേറ്റ് ചെയ്യാം ഗേസ്. ഗേസ് അയണിൻ്റെ അടുത്ത് ഫിനിഷ് കിട്ടി. ലാപ്പിസ് ഇരിപ്പുണ്ട്. അതെടുത്തേക്കാം. അത് ഫസ്റ്റ് അയൺ എടുക്കുക. ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച്. ഇവിടെ 3 എണ്ണം തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് അതിലോട്ട് അത് പോയാൽ ഇല്ല കയറി. പിന്നെ ഗേസ് അവിടെ കുറച്ച് ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. എന്താ ബ്ലോക്ക് വെക്കാൻ പറ്റാത്തേ?
അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഇതും കൂടി ആയിട്ട് എത്രയാണ് നോക്കട്ടെ. ഇപ്പം എത്ര ആയം കിട്ടിയെന്ന് നോക്കട്ടെ. 15 ആയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലാപ്പീസും കൂടി എടുക്കണം. ലാപ്പീസ് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കുന്നു തോന്നുന്നുണ്ട്. ഭാവിയിൽ ഫ്യൂച്ചറിൽ ഉണ്ടാക്കുള്ളൂ ഗൈസ്. ഇനി ആയെങ്ങാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പം അടുത്ത അയണും കൂടിയും കിട്ടിയുണ്ട്, അതും കൂടി എടുത്തേക്കാം. അതും ഇനിയുണ്ട് കുറേ, അതും 2 ഉള്ളൂ. ഇനി ഇവിടെ ഒന്നുമില്ല. ഇനിയും കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. നോക്കുകയാണെങ്കിൽ നമുക്ക് 37 ആയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും തന്നെ മതിയാവും ഗേസ്. ഒരു ആർമർ ഉണ്ടാക്കാൻ ടൂൾസിന് ഇത്രയും മതിയാവും. ടൂൾസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആർമറായാലും മതി. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ആക്കട്ടെ. ഫസ്റ്റ് തന്നെ മേളിലോട്ടൊന്ന് പോകണം. അപ്പോൾ സ്മെൽറ്റൊക്കെ ആയി അയൺ ആർമറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗേസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അയൺ ആർമറിൻ്റെ ടൂൾസ് ആയി കേട്ടോ. അപ്പോൾ അത് അയൺ ആർമറും ടൂൾസ് പിന്നെ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഫർണസിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റുമോ? ഗേസ്തേന ഇതൊക്കെ നമ്മൾ ഫർണസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അവന്മാർ വേണമെങ്കിൽ എടുത്തോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റ ബൈ ബൈ, സീ യു. ഗേസ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, മറന്നു. സബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും കൂടിയും ചെയ്തേക്ക്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ടും പറഞ്ഞേക്കാട്ടും വരെ ടാറ്റ ബൈ ബൈ, സീ യു.